പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപാകെ അരിപ്പാൻ സ്വർഗത്തിലെ ദൈവയിടയാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾക്ക് മറുപടി നൽകി തന്ന് നമ്മെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം, സ്തോത്രം ചെയ്യാം. എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത വിധത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ലല്ലോ. സ്തോത്രം. ദൈവസന്നിധി നമുക്ക് സ്തോത്രം ചെയ്യാം. ചില പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയാൽ അവർ വിളിച്ചു പറയാറില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പലരും ആമേൻ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ കർത്താവ് തൻ്റെ ജനത്തിന് കൊടുത്ത വിടുതലിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി നന്ദി അർപ്പിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ആമേൻ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ ആയിരിക്കുമ്പോൾ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡൽഹിയിലുള്ളതായ ആലീസ് ജെയിംസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസിയാണ്. ആ ദൈവദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് നമ്മളെല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ എല്ലാവരും സ്തോത്രം ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസിക്ക് തൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി മാനിക്കുവാനിടയായിത്തീരും, അനുഗ്രഹിപ്പാനിടയായിത്തീരും. ഈ പകൽക്കാലം നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ ഒരുപക്ഷെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നും കണ്ട് ആ ദേവദാസിയെ നമ്മൾ കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ ആ സ്തോത്രം ആ ദേവദാസിയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടിയായി മാറുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ദൈവവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. ഹല്ലേലൂയ. നല്ല അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവിൻ. എത്ര ധൈര്യമുണ്ട് അങ്ങനെ പറയാനല്ലേ. സ്തോത്രം. ഇന്ന് അനേകർക്ക് പറയുവാൻ കഴിയാത്ത ഒരു കാര്യമാണിത്. നിങ്ങൾ എന്നെ നോക്കി പഠിക്കുവിൻ, എന്നെ അനുകരിപ്പിൻ എന്ന് പറയുവാൻ പലർക്കും പറ്റത്തില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസിന് അത് കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ എന്നെ നോക്കി പഠിക്കുവിൻ, എന്നെ മാതൃകയാക്കുവിൻ. ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ, ക്രിസ്തുവിനെ മാതൃകയാക്കുന്നത് പോലെ നിങ്ങൾ എന്നെ മാതൃകയാക്കുവിൻ, എന്നെ അനുകരിപ്പിൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിതാക്കന്മാരൊക്കെ നല്ലൊരു മാതൃക നമുക്ക് വെച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നല്ലൊരു മാതൃകയുണ്ടായിരുന്നു നമുക്ക്. പിതാക്കന്മാരെ നോക്കിയാൽ ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്തുവാ? കർത്താവേ, ഞങ്ങളുടെ പണ്ടത്തെ ആ പിതാക്കന്മാരുടെ ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പിതാക്കന്മാരുടെ ഭയവും ഭക്തിയും അവരുടെ പ്രാർത്ഥനാ ജീവിതവും, ഹല്ലേലൂയ, അവരുടെ ആ ദൈവവചനം വായനാ ജീവിതവും ആ ദൈവവചനം ധ്യാനിക്കുന്നതും, ഹല്ലേലൂയ, അവരുടെയൊക്കെ മാതൃകാപരമായ ജീവിതം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആരോടും ഒന്നും ചെന്ന് ചോദിക്കാതെ പ്രാർത്ഥിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുകയും പ്രാർത്ഥനയുടെ മറുപടി അവരുടെ മുറിയിൽ കിട്ടുവാനിടയായിക്കൊണ്ടിരുന്നു. അവരാരോടും പറയുകയില്ല, അവരുടെ ആവശ്യങ്ങളൊന്നും പറയുകയില്ല, ആരുടെ മുൻപിൽ ചെന്ന് ഒരു കാര്യവും അപേക്ഷിക്കുകയില്ല, ആരോടും ഒന്നും ചോദിക്കുകയില്ല. ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. സർവശക്തനായ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്കെല്ലാം അവരുടെ മുറിയിൽ മറുപടി നൽകി കൊടുക്കുവാനിടയാകുമായിരുന്നു. അങ്ങനെ പിതാക്കന്മാർ നല്ലൊരു മാതൃക നമുക്ക്
നമുക്ക് നൽകി തന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിനെ എല്ലാ കാര്യങ്ങൾക്കും ഒരച്ചടക്കത്തോടു കൂടിയ ഒരു നല്ലൊരു മാതൃകയുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള പിതാക്കന്മാരൊക്കെ നമ്മുടെ ഈ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ഈ തലമുറയുടെ വീഴ്ചയുടെ കാരണം തന്നെ. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ, ഈ തലമുറയിൽ അങ്ങനെ മാതൃകയാക്കാൻ പറ്റിയ പിതാക്കന്മാരെ കാണുവാൻ ഇല്ലാത്തത് തന്നെയാണ് ഈ തലമുറയുടെ വലിയൊരു പരാജയത്തിന് കാരണം തന്നെ. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ദൈവജനത്തെ ഒരുമിച്ച് ഹല്ലേലൂയ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാരെ ക്രിസ്ത്യാനികളെന്ന് അവർ വിളിക്കുവാൻ ഇടയായിത്തീർന്നു. അന്ന് മുതൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ എല്ലാം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു വരുന്നു. സ്തോത്രം. അപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ലോകം ക്രിസ്ത്യാനിയിൽ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, ഒരു ക്രിസ്ത്യാനി എങ്ങനെ പോകണമെന്നൊക്കെ ലോകം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ലോകത്തിന്റെ ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി. കാരണം അങ്ങനെയാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ജീവിതം. ഹല്ലേലൂയ. ജീവിതം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീർന്നു. ലോകത്തിന്റെ മുൻപിൽ എല്ലാം വെറും കൂത്തുകാഴ്ചയായി മാറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവവചനം നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നതാണ്, എന്നെ അനുകരിപ്പിൻ. പൗലോസിനെ അനുകരിപ്പാൻ പൗലോസ് ഒരു മാതൃക ഹല്ലേലൂയ കാണിക്കുകയാണ്. സ്തോത്ര. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 1 നമ്മൾ വായിക്കുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില്, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ഫിലിപ്പിയയിലുള്ള വിശ്വാസികളോടും പൗലോസിന് പറയാനുള്ളത് എന്നെ അനുകരിപ്പിന്ന നല്ലൊരു പ്രാഗൽഭ്യമുണ്ടായിരുന്നു പൗലോസ് അപ്പോസ്തലന് അങ്ങനെ പറയാൻ. ഹല്ലേലൂയ. എന്നെ അനുകരിപ്പിൻ. 100% ഒരു പ്രാഗൽഭ്യത്തോടു കൂടി എത്താൻ അങ്ങനെ പറയുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. പക്ഷേ അപ്പോഴും നമുക്കറിയാം, പൗലോസിനെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. തൻ്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. തൻ്റെ പല കാര്യങ്ങളും ഹല്ലേലൂയ തന്നെക്കുറിച്ച് പറയുന്നവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും പൗലോസ് അപ്പോസ്തലന് ഒരു പ്രാഗൽഭ്യമുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു പ്രാഗൽഭ്യമാണ് ആവശ്യമായിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ, നമ്മുടെ കുടുംബത്തിൽ, ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെങ്കിലും പൗലോസ് ഇവിടെ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് മാതൃകയാക്കുവിൻ പറഞ്ഞത് എന്നെ പോലെ മാതൃകയായി നടക്കുന്നവരെയും കുറികൊള്ളുവിൻ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പൗലോസിനെ മാതൃകയാക്കി നടക്കുന്ന അനേകരുണ്ട്. അവരെയും നിങ്ങൾ എന്ത് ചെയ്തു കൊള്ളണം, മാതൃകയാക്കിക്കൊള്ളണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലന്റെ ദൃഷ്ടിയിൽപ്പെട്ട ചില വ്യക്തികളൊക്കെ ഉണ്ട് ഫിലിപ്പിയയില്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറയുവാനിടയായി തീർന്നത്. അത് അവർക്കൊക്കെ പൊതുജനത്തിന് അറിയാവുന്ന ചില വ്യക്തികളാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവരെയും കൂടെ നിങ്ങൾ കുറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെങ്കിലും ഒരു മാതൃക വേണ്ടേ? ഒരു മാതൃക നമ്മുടെ കുടുംബത്തിലുള്ളവരെങ്കിലും, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുകുട്ടികൾ ഒക്കെ ഒന്ന് മാതൃകയാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഒന്ന് വരണ്ടേ? കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക വെച്ചേച്ച് പോയി എന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ആർക്ക് വേണ്ടി അത് വെച്ചേച്ച് പോയത്? നമുക്ക് വേണ്ടിയല്ലേ? അപ്പോൾ നമ്മളൊരു ക്രിസ്ത്യാനിയാണ് എന്നുള്ളതിൻ്റെ, ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കുന്നവരാണ്, ക്രിസ്തുവിൻ്റെ മാതൃക നമ്മൾ പിൻപറ്റുന്നവരാണ്, ഞാൻ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുവാൻ തക്കവണ്ണം എവിടെയും പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ? നമുക്ക് അതിനാ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ശ്രമിക്കാം. വാസ്തവമായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറേണ്ടത്, എങ്ങനെയാണ് മാറേണ്ടത്, ഏതൊക്കെ സ്വഭാവങ്ങളിലൂടെ ഞാനൊരു മാറ്റം ഹല്ലേലൂയ കർത്താവ് പ്രതീക്ഷിക്കുന്നു. ആ അളവിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഏറെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ നമ്മുടെ പക്കൽ എന്തുള്ളൂ പ്രിയരെ? ഹല്ലേലൂയ. ഈ തലമുറയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും
വായടച്ച് നിൽക്കുകയാണ് പലരും. ഹല്ലേലൂയ, മറുപടി പറയുവാനില്ലാതെ അതേപോലത്തെ മാതൃകയില്ലാത്ത ജീവിതമാണ് ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പേരൻസ് ആവട്ടെ, കുട്ടികളാവട്ടെ, ഹല്ലേലൂയ, ഗ്രാൻഡ് ഫാദേഴ്സ്, മദേഴ്സ് ഒക്കെ ആവട്ടെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഒരു വലിയൊരു ഹല്ലേലൂയ തീരുമാനമെടുക്കാം. ആമേൻ. നമുക്കൊരു മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതേപോലെ സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. അതേ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിതാക്കന്മാരൊക്കെയും നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ്. വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ. ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധി ദൈവത്തെ ആരാധിക്കുവാനായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളുടെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കണം എന്നുള്ളതാണ് പിതാക്കന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക. ആ മാതൃക പ്രകാരം നമുക്ക് ഹല്ലേലൂയ കുറേ വർഷങ്ങൾ വരെയും അങ്ങനെ തന്നെയായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ എല്ലാവരും ആലയത്തിലേക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ അവർ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പോകുമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ കുറേ വർഷങ്ങൾ ആമേൻ ഈ അടുത്ത ഇടകൊണ്ടെന്ന് വേണം പറയുവാൻ ജനത്തിൻ്റെ ഇടയിൽ ഒരു മാറ്റം വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ജാതികളെ പോലെ നമ്മളും ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ കളർ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു. ആമേൻ. അവിടെ നിന്ന് ഇങ്ങനെ കയറി 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 വന്നു. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ആലയങ്ങളിലെല്ലാം വെള്ളവസ്ത്രം ധരിക്കുന്ന ആ ശീലം പോലും ഇല്ലാതെ ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഹല്ലേലൂയ നമുക്ക് എത്ര നല്ല മാതൃകകളാണ് ദൈവം ആമേൻ ഹല്ലേലൂയ തൻ്റെ ഭക്തന്മാരിലൂടെ നമുക്ക് ആമേൻ ഹല്ലേലൂയ കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 3-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, ഉടുപ്പ് മലിനമാകാത്തവർ സർദീസിൽ ഉണ്ട്, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് നടക്കും. ഹല്ലേലൂയ. അതേ സർദീസ് സഭയെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ആ സഭയെ കുറിച്ച് ദൈവാത്മാവ് പറയാ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ അവിടെ എനിക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉടുപ്പെന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്, വിശുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ കളങ്കമേൽക്കാതെ, പാപത്തിന്റെ കറ ഏൽക്കാതെ, മാലിന്യമേൽക്കാതെ ജീവിക്കുന്ന കുറേ പേര് എല്ലാവരും ഉണ്ടെന്ന് ആത്മാവ് പറയുന്നില്ല. കുറേ പേരവിടെ ഉണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ അവർ ഹല്ലേലൂയ എന്നോട് കൂടെ വെള്ളം ധരിച്ചും കൊണ്ട് നടക്കും. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ദൈവ സന്നിധിയിൽ നമുക്കൊരു വിശുദ്ധി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അകമേയും പുറമേയും ഒരു വിശുദ്ധി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എവിടെയായിരുന്നാലും, നമ്മുടെ രഹസ്യ ജീവിതമായിക്കൊള്ളട്ടെ, നമ്മളുടെ പരസ്യ ജീവിതമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, നമ്മൾ ദൂരത്തായിക്കൊള്ളട്ടെ, നമ്മൾ ചാരത്തായിക്കൊള്ളട്ടെ, എവിടെയായിരുന്നാലും പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ആവശ്യമാണ്. അത് മറ്റാരെയും കാണിക്കുവാനോ മറ്റാരുടെ മുന്നിൽ നമ്മൾ ഭക്തരാണെന്ന് അഭിനയിക്കുവാനോ ഒന്നുമല്ല. ദൈവസന്നിധിയിൽ യോഗ്യന്മാരാകണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചെങ്കിലേ മതിയാകുള്ളൂ. ആത്മാവ് നമ്മളോട് പറയുകയാണ്, ആ സർദീസിൽ എല്ലാവരും വിശുദ്ധന്മാരാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നില്ല. കുറേ പേര് അവിടെ ഉണ്ട്. അവർ വിശുദ്ധിയോടാണ് ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ കളങ്കമേറ്റിട്ടില്ല, മാലിന്യപ്പെട്ടിട്ടില്ല. അവർ യോഗ്യന്മാരാണെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഹല്ലേലൂയ. അത് നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റുപറയുവാനിടയായി തീരണം. നമ്മെക്കുറിച്ച് സ്വർഗ്ഗം ഒരു സാക്ഷ്യം പറയുവാനിടയാകണം. ആമേൻ. ഇവൻ എൻ്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗം കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും ഹല്ലേലൂയ കർത്താവും സാക്ഷ്യം പറയണം. നമുക്കറിയാമല്ലോ, നഥനയേൽ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവ് സാക്ഷ്യം പറയത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എല്ലാം കർത്താവ് അറിയുന്നു. ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവേ, നീ അറിയാതെ ഒരു വാക്ക് പോലും എൻ്റെ നാവിന്മേലില്ല. എൻ്റെ മുൻപ് എല്ലാം കർത്താവെ അങ്ങ് തന്നെ അറിയുന്നു. ഞാൻ എവിടെ ഇരുന്നാലും, എഴുന്നേറ്റാലും, കിടന്നാലും, എവിടെയായിരുന്നാലും, സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താലും സ്വർഗത്തിലെ ദൈവമേ അങ്ങനെ അറിയുന്നു.
ഇരുട്ട് പോലും അങ്ങേക്ക് മറവായിരിക്കുന്നില്ല. ഇരുട്ട് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ പാപം ചെയ്തു കൂട്ടിയാൽ ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല, ആരും അറിയുന്നില്ല, രാത്രിയല്ല ഇരുട്ടല്ലേ എന്ന് പറഞ്ഞാലൊന്നും കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ദൈവം എല്ലാം അറിയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വിശുദ്ധി കാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ തന്നെ മാർക്കോസിന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരിക്കലും കുറച്ച് പേര് വന്നിട്ട് ആമേൻ ഹല്ലേലൂയ, കർത്താവേ മോശ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഉപേക്ഷണ പത്രമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു എന്താണ്? അവരുടെ ഹൃദയ കാഠിന്യം കൊണ്ടത്രേ. സ്തോത്ര. ഹല്ലേലൂയ. കാരണം ഒരു ഭാര്യ ഉപേക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. കാരണം ദൈവമാണ് അവരെ യോജിപ്പിച്ചത്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവത്തിന്റെ സ്ഥാനത്ത് മനുഷ്യൻ കയറരുത്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ദൈവമെന്ന് നടിക്കാൻ പോയ ഒരു വലിയൊരു പ്രസംഗകനുണ്ട്. നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്തു? പ്രസംഗമൊക്കെ ഉഗ്രമായിരുന്നു, നല്ല കയ്യടിയൊക്കെ കിട്ടി. പക്ഷേ ഹൃദയത്തിൽ അല്പം ഒന്ന് നെഗളിച്ചതേ ഉള്ളൂ. കൃമിക്കിടെ ഇരയായി തീർന്ന നിമിഷ നേരം കൊണ്ട് കർത്താവിൻ്റെ ദൂതൻ ഒരു ചെറിയ അടിയൊന്ന് കൊടുത്തതേ ഉള്ളൂ. കൃമിക്കിരയായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവസ്ഥാനത്തേക്ക് ഒരിക്കലും കയറരുത്. ഒരിക്കലും ഒരു ദൂതന് നല്ല ഒന്നാന്തരം പാട്ടുകാരനായിരുന്നു, നല്ല പാട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാട്ടുകാരൊക്കെ സൂക്ഷിച്ചു കൊള്ളണം. പാടുവാൻ കൃപയൊക്കെ തന്നത് ദൈവമാണ്, അതൊക്കെ നല്ലതാണ്. ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ദൈവം എത്തിക്കും, അതുമൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ പണ്ട് ആമേൻ ഇങ്ങനെ പാട്ടുകാരുടെ സ്ഥാനത്തിരുന്ന ഒരാളുണ്ട്. കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ കയറി എൻ്റെ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞു. കർത്താവ് ചെറിയൊരു അടി കൊടുത്തതേ ഉള്ളൂ, അതാ താഴെ വീണ് പോയി. ഹല്ലേലൂയ. അപ്പം നമുക്കറിയാം ആമേൻ നിഗളിക്കാൻ പാടില്ല, നിഗളിച്ച് പോകരുത്. ഹല്ലേലൂയ. ആമേൻ ദൈവവചനം പറയുന്നു, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വീഴ്ച വരാൻ പോകുന്നു എന്ന് ആമേൻ ഉന്നത ഭാവം എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നോ അപ്പോൾ നമ്മൾ തന്നെ ഓർത്തോണം, നമ്മൾ എന്ത് ചെയ്തു കൊള്ളണം? ദൈവസന്നിധി താണുകൊള്ളണം. ഹല്ലേലൂയ. നമ്മൾ നിഗളിക്കാൻ പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ കരുതുന്നത് ആമേൻ ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്ന തീരുമാനമാണ് ശരി, ഞാൻ പറയുന്ന തീരുമാനം തന്നെ എടുക്കാം എന്നൊക്കെ ചിലരൊക്കെ ശാഠ്യത്തോടെ സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവവചനം പറയുന്നത് പാടില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യേണ്ട കാര്യം ദൈവത്തിന് വിട്ടുകൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാണ് മനുഷ്യരെ ആണും പെണ്ണുമായവരെ സൃഷ്ടിച്ച് അവരെ ഒന്നാക്കിയത്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു അവരിനി രണ്ടല്ല ഒന്നത്രേ. ഹല്ലേലൂയ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇന്ന് ദൈവസന്നിധിയിൽ ഭയമില്ലാത്ത ഒരു വിഷയമാണത്. ഹല്ലേലൂയ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപെടുത്താൻ ഒരു ഭയവുമില്ല. ആമേൻ. കോടതി എത്ര കൗൺസിലിംഗ് ചെയ്തു കൊടുത്താലും അവരെങ്ങനെയെങ്കിലും ഒന്നാകട്ടെന്നും കരുതി പിന്നെയും കൗൺസിലിങ്ങിന് കൊടുത്താലും പിറകിൽ നിന്ന് ഭയങ്കര സമ്മർദ്ദങ്ങളാ. ആമേൻ. വേർപിരി വേണ്ട, തള്ളിക്കളഞ്ഞേരെ, ഉപേക്ഷിച്ചേരെ, വേണ്ട എന്നുള്ള ആമേൻ ദൈവസന്നിധിയിലെ ഭയപ്പെടേണ്ടത് ആവശ്യമാകുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ആമേൻ ദൈവം യോജിപ്പിച്ചു, മനുഷ്യൻ വേർതിരിക്കരുത്. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ ഭയത്തോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തിയിട്ട് പിന്നെ പോകുന്നവരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവർ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതമേ പാപത്തിലാണ്. പിന്നെ ഹല്ലേലൂയ അവർ പടുകുഴിയിലേക്കാണ് പിന്നെ പോകുന്നത്. അവർ വിചാരിക്കുന്നത് അവരിനി ഇതിലും ശ്രേഷ്ഠമായത് എന്തോ, ആമേൻ, ഇതിലും ഇനിയും അതിശ്രേഷ്ഠമായത് എന്തോ ഉണ്ടെന്നും കരുതിയാണ് ആമേൻ അവർ വേർപിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ വചനം നമുക്ക് ആമേൻ ജാഗ്രതയോടെ ആയിരിക്കാൻ പറയുന്നു. കാരണം നീ പടുകുഴിയിലേക്കാണ് പോകുന്നത്, പാപത്തിന്റെ പടുകുഴിയിലേക്ക്, നാശത്തിന്റെ പടുകുഴിയിലേക്ക്, പാതാളത്തിന്റെ പടുകുഴിയിലേക്കാണ് നീ പോകുന്നത്. ഒരിക്കലും നിനക്ക് അവിടെ നിന്ന് ഒരു ആമേൻ ഉയർച്ച പ്രാപിക്കുവാൻ തിരികെ വരുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നമ്മളെ അനുസരിച്ചാൽ
ആമേൻ ദൈവം നമ്മളെ മാനിക്കുവാനിടയായി തീരും, അനുഗ്രഹിപ്പാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ മണ്ഡലം ആമേൻ ഹല്ലേലൂയ എല്ലാവർക്കും നല്ല ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കും ആവശ്യത്തിന് പണമുണ്ട്, എല്ലാവർക്കും ആവശ്യത്തിനുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആമേൻ ആരും ആരെയും കീഴ്പ്പെടുകയില്ല, ആരും ആരെയും അനുസരിക്കുകയില്ല. ആമേൻ ഞാൻ പറയുന്നത് തന്നെ ശരി, എൻ്റെ ആമേൻ ഞാൻ പിടിച്ചത് തന്നെ ശരി, ഞാൻ പറയുന്നിടം ജയിക്കണം, ഇങ്ങനെയുള്ള ഭാവങ്ങളാണ്. ആർക്കും കീഴടങ്ങി കൊടുക്കുകയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താണ്? ആമേൻ ഹല്ലേലൂയ സഭ കർത്താവിന് ഹല്ലേലൂയ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഇതൊന്നും ഇന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ ആരും മുഖവിലേക്ക് എടുക്കാറില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും കൊണ്ട് ഒരു വിലയുമില്ല. സ്തോത്രം. ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്കായി കടന്നു ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഹല്ലേലൂയ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ കുഞ്ഞുങ്ങളുമായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ആമേൻ. അമ്മ പറഞ്ഞു മോളെ നീ അങ്ങ് പോന്ന് പറഞ്ഞപ്പോൾ പറയുക എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം ആമേൻ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ഉന്നത കഴിവുകൾ എല്ലാം ഉണ്ട്, ശ്രേഷ്ഠതകളുണ്ട്, പിന്നെ ഞാൻ എന്തിനാ ഭർത്താവിനെ കീഴ്പ്പെടുന്നത്? കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കുവാനോ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനോ തയ്യാറല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആമേൻ. പക്ഷേ ഒരു കാര്യം നമ്മൾ വാണിങ്ങായി ഓർത്തുകൊള്ളണം, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാണിംഗ് ആണ്. മനുഷ്യൻ വേർപിരിക്കരുത്. ആമേൻ. വേർപിരിച്ചാൽ പിന്നത്തേതിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് ആമേൻ. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പിതാക്കന്മാരുടെ കാലത്ത് ആദിമ ക്രിസ്ത്യാനികൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. സ്തോത്രം. ആരും ആത്മഹത്യ ചെയ്യുവാൻ തുനിയുമായിരുന്നില്ല. കാരണം അവരുടെ ആത്മാവിനെ നിത്യപാതാളത്തിലേക്ക് ആമേൻ പോകുവാൻ അവർ അനുവദിക്കുകയാണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് ബോധ്യമുണ്ടായിരുന്നു, അതറിയാമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എന്തെല്ലാം നഷ്ടങ്ങളും നാശങ്ങളും ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു. ആമേൻ. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആരും മറ്റുള്ള ക്രിസ്ത്യാനികൾ ആരും എന്ത് ചെയ്യത്തില്ല. ആമേൻ. അതിന് സഹായമായി നിൽക്കുകയോ അടക്കം ചെയ്യുവാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും, പ്രാർത്ഥനകളോ ശുശ്രൂഷകളോ യാതൊരു വിധമായ കാര്യങ്ങൾക്കും ആരും ആമേൻ ഹല്ലേലൂയ ഒരു മാതൃക കൊടുത്തിരുന്നില്ല. പക്ഷേ ഹല്ലേലൂയ ഇന്നത്തെ ലോകം അതിൽ നിന്നെല്ലാം വ്യതിചലിച്ചു കഴിഞ്ഞു. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തെയും ദൈവവചനത്തെയും വിട്ട് ദൂരത്തിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോദോമിലേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞതുപോലെ, ദൈവദൂതന്മാരെ ഹല്ലേലൂയ ഇറങ്ങി വന്ന് പറഞ്ഞതുപോലെ സോദോമിന്റെ പാപം അതിഭയങ്കരമായിരിക്കുന്നു, അത് സ്വർഗത്തോളം എത്തിയിരിക്കുന്നെന്ന് നമ്മൾ വചനം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് അത് നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. സോദോമിനേക്കാൾ കഷ്ടമായി, ഗൊമോറയേക്കാൾ കഷ്ടമായി നമ്മുടെ അനുഭവമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആമേൻ ഹല്ലേലൂയ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ വിരൽ മൂക്കത്ത് വെക്കത്തക്ക വേണം. ആമേൻ ഹല്ലേലൂയ ജാതികളുടെ മുൻപിൽ ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ റോമാലേഖനം 1-ാം അധ്യായത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ലജ്ജയായ കാര്യങ്ങൾ, പണ്ട് ചെയ്യുവാൻ അറപ്പായ കാര്യങ്ങൾ, ആമേൻ ഹല്ലേലൂയ ദൈവജനം ക്രിസ്ത്യാനികൾ ആമേൻ ഹല്ലേലൂയ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇന്നൊരു ഭയവുമില്ലാതെ, ഇന്നൊരു ഹല്ലേലൂയ ലജ്ജയുമില്ലാതെ ദൈവജനം ആമേൻ ഹല്ലേലൂയ ആമേൻ താളടിയായി പോകുവാനിടയായി തീർന്നു. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമല്ലയോ?
ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഹല്ലേലൂയ. പണ്ടത്തെ നാളുകളിലെ പോലെ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. സംഗീതനക്കാരൻ പറയുക, കർത്താവേ, പണ്ടത്തെ നാളുകളിലെ പോലെ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. ഇന്ന് ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് ഒന്ന് മടങ്ങി വരിക. ജനത്തിൻ്റെ മുൻപിൽ ഒരു മാതൃകാ ജീവിതം നയിക്കുവാൻ, നമ്മുടെ കുടുംബത്തിൽ ഒരു മാതൃകാ ജീവിതം നയിക്കുവാൻ, നമ്മുടെ തലമുറകളുടെ മുൻപിൽ ഒരു മാതൃകാ ജീവിതം നയിക്കുവാൻ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നമുക്കൊരു മാതൃകാ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നാം അതിനു വേണ്ടി വിധേയപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ വെച്ചു പോയ നല്ല മാതൃകകൾ, അപ്പോസ്തലന്മാർ വെച്ചു പോയ നല്ല മാതൃകകൾ, നമ്മളുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകകളുണ്ട്. ഹല്ലേലൂയ. അത് നമ്മൾ പിൻപറ്റേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസന്നിധിയിൽ. കർത്താവേ, യഥാർത്ഥമായി ഞങ്ങൾക്കൊരു മടങ്ങി വരവ്, യഥാർത്ഥമായി ഞങ്ങൾക്കൊരു മാതൃകാ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, എവിടെയൊക്കെ ഞങ്ങൾ തെറ്റിപ്പോയോ അവിടെ നിന്നെല്ലാം ഒരു മടങ്ങി വരവ് ദൈവം തന്റെ ജനത്തിന് നൽകുമറകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തന്റെ വിടുതൽ കാണുവാൻ, സർവശക്തന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ അവിടുന്ന് ഇടയാക്കണ സഹായിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ കർത്താവേ. അപ്പാ, ഇന്ന് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഡൽഹിയിലുള്ളതായ ആലിസ് ജെയിംസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസിയുടെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തണം, ദൈവകൃപയാൽ നിറയ്ക്കണം. അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, മാതൃകയുള്ള നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തൻ്റെ ദാസിയെ അവിടുന്ന് സഹായിക്കുന്നതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. തൻ്റെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹല്ലേലൂയ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ കൂടുതൽ സഹായിച്ച, എല്ലാ കുറവുകളെയും പരിഹരിച്ച കർത്താവ് എല്ലാറ്റിനും മതിയായ ദൈവമായിരിക്കാൻ ഇന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ, ദൈവിക സാന്നിധ്യം, ദൈവിക പരിപാലനം തന്റെ ജനത്തോടു കൂടി ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. വിശേഷാൽ സൺഡേയിൽ ആരാധനയ്ക്കായി ഞങ്ങളുടെ ചർച്ചിൽ നാന്തിരിക്കൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കുണ്ടറയിലുള്ളതായ ഈ ചർച്ചിലേക്ക് ഞാൻ നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ആരാധനയ്ക്ക് മറ്റെങ്ങും പോകാത്തവരുണ്ടെങ്കിൽ ആലയത്തിലേക്ക് കടന്നു വരാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സർവശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.